Hi friends, hello, welcome to our English class. നമ്മൾ The Little Angel That Could എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു അല്ലേ. നമ്മൾ ലിറ്റിൽ ട്രെയിനിന്റെ ആ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ ലൈവിൽ അടിപൊളിയായിട്ട് പഠിച്ചു. ഒത്തിരി ആക്ടിവിറ്റീസ് എന്തുണ്ട് നമുക്ക് ആ പാഠത്തിൽ നിന്നും പഠിക്കാനുണ്ട്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ട് എന്താ, നമ്മുടെ ലിറ്റിൽ എഞ്ചിൻ എന്ന് പറയുന്ന പാഠം നമുക്ക് ഫസ്റ്റ് ടേമിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്ന് മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഒരുമിച്ച് എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കാന്ന് പറഞ്ഞാൽ എന്താ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മിസ് ഈ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നമ്മുടെ ഒരു ഡയറി റൈറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആരാണ് നമ്മുടെ ഡയറി എഴുതുന്നത്? ദ ഡയറി ഈസ് റിട്ടൺ ബൈ ആരാണ്? നിങ്ങൾ ബാക്കിൽ കാണുന്നുണ്ട്, ചിരിച്ചിരിക്കുന്നുണ്ട്, വലിയ മൂക്കും തൊപ്പിയൊക്കെ വെച്ചിട്ട് നമ്മുടെ ക്ലൗൺ ആണ്. അപ്പോൾ നമ്മൾ പാഠം പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഹൂ ഇസ് എ ക്ലൗഡ് ദ. ആ പാഠത്തിൽ ഏത് ക്ലൗൺ ആണുള്ളത്? വാട്ട് വാസ് ദ റോൾ പ്ലേഡ് ബൈ ഹിം? അദ്ദേഹത്തിന്റെ റോൾ എന്തായിരുന്നു ഒക്കെ നമുക്കറിയാം അല്ലെ. ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഓരോ ട്രെയിനിന്റെ മുന്നിൽ എന്താണ് റെഡ് ഫ്ലാഗ് വീശിയത് ആരാണ്? നമ്മുടെ ക്ലൗൺ ആണ് അല്ലെ. അപ്പോൾ അതേപോലെ എന്താണ് മലയുടെ അപ്പുറത്ത് എത്തിയപ്പോ, നമ്മുടെ പാഠത്തിന്റെ അവസാനത്തിൽ മലയുടെ അപ്പുറത്തേക്ക് എത്തിയപ്പോൾ ദ ക്ലൗൺ ബിക്കേം വെരി ഹാപ്പി. എന്തുകൊണ്ടാണ്? കാരണം കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം ടോയ്സ് ഒക്കെ എന്ത് ചെയ്തു അവിടെ എത്തി. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ക്ലൗൺ എന്താണ് ഭയങ്കരമായിട്ട് ഇങ്ങനെല്ലാം ആലോചിച്ച് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പൊ ക്ലൗൺ വിചാരിച്ചു എന്താണ്, ലെറ്റ് മീ റൈറ്റ് എ ഡയറി. എന്ത് ചെയ്യാം, ഈ എന്റെ സന്തോഷങ്ങളൊക്കെ എന്ത് ചെയ്യാം ഒന്ന് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ക്ലൗൺ എന്ത് ചെയ്യാൻ പോവാണ്? ഹീസ് ഗോയിങ് ടു റൈറ്റ് എ ഡയറി. ആ ഡയറി എൻട്രി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇവിടെ നോക്ക്, നമ്മൾ ഓൾറെഡി പഠിച്ചതാ ഡയറി എങ്ങനെയാ എഴുതാന്നൊക്കെ. പക്ഷേ നമ്മൾ എപ്പോഴും എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, വീണ്ടും നമ്മളത് പഠിക്കുമ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, കറക്റ്റ് നമ്മുടെ മൈൻഡിൽ അത് ഉണ്ടാവുള്ളൂ. എങ്ങനെയാ നമ്മൾ ഡയറി എഴുതാം? ഫസ്റ്റ് നമ്മൾ ഡയറിന്റെ ലെഫ്റ്റ് സൈഡ്, ഓക്കെ, ഇടത് വശത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിങ്ങ് നോക്കിയാൽ മാത്രം പോരാ വേറെ കാര്യം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ടൈം എഴുതി, നമ്മൾ എഴുതുന്ന ഒരു സമയം എഴുതാം. എപ്പോഴും ഇപ്പൊ നമ്മൾ എഴുതുന്ന കൃത്യസമയം എപ്പോഴും ഒരു 10 PM എന്ന് എഴുതി വെച്ചാൽ മതി. നെക്സ്റ്റ് ഇറ്റ് ഈസ് 12 അല്ലെ. എന്താ നമ്മൾ ഇവിടെ എഴുതുന്നത്? ഇവിടെ ഡേറ്റ് എഴുതി, നമ്മൾ മന്ത് എഴുതി, ഇയർ എഴുതി. ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം, അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കാം. രണ്ട് രീതിയിൽ നമുക്ക് പഠിച്ചു വെക്കാം. ഒന്ന് മക്കളെ നോക്ക്, 12th December 2025. ഇങ്ങനെയും വേണേ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് രീതിയിൽ എന്താ, നിങ്ങൾ ഡേറ്റ് എഴുതാൻ മറക്കരുത്, ഡേറ്റ് മന്ത് ഒന്നും എഴുതാൻ മറക്കരുത്. തീർച്ചയായിട്ടും എന്താ പറയുക, നമ്മൾ ഡേറ്റ് മന്ത് ഇയർ നമ്മൾ മെൻഷൻ ചെയ്യാം. അതിനുശേഷം ഞാൻ പറഞ്ഞു ഡയറി റൈറ്റിംഗ്. നമ്മൾ എപ്പോഴും ഡയറി എഴുതുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യേണ്ട, ഒരുപാട് വലിയ സെന്റൻസസ് ഒന്നും എഴുതണ്ട. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ വളരെ കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ഇംഗ്ലീഷ് ഉപയോഗിച്ചാൽ മതി, സിമ്പിൾ ലാംഗ്വേജ്. ഓക്കെ, അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറി എഴുതാം. നോക്കി ഇവിടെ നോക്കാം, ഞാനൊരു പറഞ്ഞിട്ട് തുടങ്ങുന്നതും. Today was a memorable day. Oh no, today it was a memorable day. ഇന്നൊരു മറക്കാൻ കഴിയാത്തൊരു ദിവസമായിരുന്നു എന്നെ സംബന്ധിച്ചു. As always, we started from our station. എല്ലാ ദിവസത്തെ പോലെ ഇന്നും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സ്റ്റേഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയില്ലേ. നമ്മൾ ഇങ്ങനെ പറഞ്ഞ എന്താണ്, സ്റ്റേഷൻ നിങ്ങളുടെ വിസിലൊക്കെ വിളിച്ച് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ തുടങ്ങി. We were enjoying. നമ്മൾ ഭയങ്കര ഫണ്ണായിരുന്നു, എല്ലാവരും അടിപൊളിയായിരുന്നു. We sang and clapped our hands. അല്ലേ, നമ്മൾ എന്ത് ചെയ്തു, എല്ലാവരും കൈയടിക്കുന്നു, പാട്ട് പാടുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അടിച്ച് പൊളിച്ച് നമ്മൾ എന്ത് ചെയ്യായിരുന്നു, നമ്മൾ ട്രെയിനിൽ വരായിരുന്നു. We carried toys, sweets, food, candies, etc. എന്താ നമ്മൾ എന്തൊക്കെ കണ്ടു? നമ്മൾ ടോയ്സ് കണ്ട്, നമ്മൾ സ്വീറ്റ് കാണുന്നുണ്ട്, നമ്മൾ ഫുഡ് കാണുന്നുണ്ട്, നമ്മൾ കാൻഡീസ് ഒക്കെ കാണുന്നുണ്ട്. Suddenly the train stopped. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്തു, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ട്രെയിൻ ഒന്ന് സ്റ്റക്ക് ആയി അല്ലെ. The train stopped അല്ലെ. The wheel of the train was stuck in between the track. അപ്പൊ നമ്മൾ ട്രെയിൻ എന്ത് ചെയ്തു, ട്രെയിനിന്റെ ചക്രം എന്താണ്, ഈ പറയുന്ന ട്രാക്കിന്റെ അവിടെ എന്ത് ചെയ്തു, ഒന്ന് കുടുങ്ങിപ്പോയി അല്ലെ. The blue train tried to pull herself. നമ്മുടെ she tried to pull herself back അല്ലെ. പക്ഷെ എന്താണ്, എങ്ങനെയോ ചക്രം അവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു, വീൽ അവിടെ കുടുങ്ങി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കിടക്കുന്നുണ്ട്. The blue train, it tried to pull herself but did not happen. Next the shiny train came. അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുമ്പോൾ, വിഷമിച്ച് നിൽക്കുമ്പോൾ
പോകുമ്പോണ്ട് ദേ നമ്മുടെ ഷൈനി ട്രെയിൻ ഇങ്ങനെ വരുന്നു. ഷൈനി ട്രെയിൻ നമ്മൾ അടുത്തെത്തിയ സമയത്ത് we requested but did not help. We requested her to carry us, like to pull us. നമ്മൾ ഷൈനി ട്രെയിനോട് എന്ത് പറഞ്ഞു? നമ്മളെ ഒന്ന് പുൾ ചെയ്യാൻ പറഞ്ഞു. but she did not do that. അവൾ എന്ത് ചെയ്തില്ല? അത് അവൾ ചെയ്തേ ഇല്ല. then the steam engine came. പിന്നെ രണ്ടാമത് വന്നതാരാ? നമ്മുടെ വലിയ സ്റ്റീം എഞ്ചിനാണ്. we asked his help too. നമ്മൾ അവനോടും എന്ത് ചെയ്ത്? നമ്മൾ സഹായമൊക്കെ ചോദിച്ചു. we asked his help too. അല്ലെ, നമ്മൾ അവനോടും ഹെൽപ്പ് ഒക്കെ ചോദിച്ച്. he also did not help us. he also, അദ്ദേഹം എന്ത് ചെയ്തില്ല? നമ്മളെ സഹായിച്ചിട്ടില്ല. then came the little blue engine. അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്തുണ്ട് ആര് വരുന്നോ? നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിൻ വരുന്നു. നമ്മുടെ പാവം ബ്ലൂ എൻജിൻ വരുന്നു. it was a little train. അതൊരു കുഞ്ഞു ട്രെയിൻ ആയിരുന്നു. but it tried to pull us, അല്ലേ? പക്ഷെ അത് എന്ത് ചെയ്തു? നമ്മളെ നല്ലോണം എന്ത് ചെയ്ത് ഇങ്ങനെ അങ്ങ് എന്ത് ചെയ്തു? നമ്മളെ അങ്ങ് കൊണ്ടുവന്നു. slowly it dragged us and helped us cross the mountain. അതെന്ത് ചെയ്തു? നമ്മളിങ്ങനെ പതുക്കെ 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 പോയി 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 മൗണ്ടൈൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്തു? നമ്മൾ അവിടെ എത്തിച്ചു തന്നു. we were so happy. we met the children. we gave their sweets. we gave their candies. we gave their apples. and we all became happy. we thanked to the blue train. we thanked to the little blue engine. we thanked to our little friend. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ലിറ്റിൽ ഫ്രണ്ടിനോട് താങ്ക്സ് പറഞ്ഞു. നമ്മൾ അവനോട് ബൈ പറഞ്ഞു, താങ്ക്സ് ഒക്കെ പറഞ്ഞു. and we all became happy at the end. ഇത്രയും എഴുതിയാൽ മതി. ഇത് നമുക്ക് എഴുതിക്കൂടെ? ഈസി അല്ലേ? കാരണം ഇതിൽ നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റും എന്താ? നമ്മുടെ പാഠത്തിൽ നമ്മൾ പഠിച്ചതാ. നമുക്കറിയാം ഫസ്റ്റ് ഹൂ കെയിം, ആരാ വന്നത്? സെക്കൻഡ് ഹൂ കെയിം, നമ്മൾ ആരാ ഹെൽപ്പ് ചെയ്തത്? അവസാനം ഹൗ ഡിഡ് വി റീച്ച്, അല്ലെ, നമ്മൾ എങ്ങനെയാ എത്തിയത്? ഈ എല്ലാ പോയിന്റ്സും നമുക്കറിയാം. സോ വി ജസ്റ്റ് വാണ്ട് ടു, നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് അതങ്ങ് എടുത്ത് എന്ത് ചെയ്യണം? അങ്ങ് എഴുതണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? മിസ് ഈ പഠിപ്പിച്ച ഡയറി റൈറ്റിംഗ് നല്ലോണം ശരിക്കും 2-3 ടൈംസ് എന്ത് ചെയ്യാ? നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സെറ്റ് ആക്കുക. Okay, thank you.